ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഹോട്ട് ടോപ്പിക്. ഇത് നമ്മൾ അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്ന ഏരിയയാണ് റിവൈസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ആദ്യം എന്താണ് അന്തരീക്ഷം? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം, അല്ലേ? ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം. അപ്പോൾ നമ്മുടെ ഭൂമി ഒരു ജീവഗ്രഹമാണ്. എന്തുകൊണ്ടാണ് ഭൂമി ഒരു ജീവഗ്രഹമായി നിലനിന്നു പോകുന്നത്? ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് റേഷ്യോ കൃത്യമായി നിലനിന്നു പോകുന്നത് കാരണമാണ് ഭൂമി ഒരു ജീവഗ്രഹമായി തുടരുന്നത്. അപ്പോൾ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിലൂടെ പുറത്തുവിടുന്ന ഓക്സിജനും പ്രകാശ സംശ്ലേഷണ സമയത്ത് സസ്യങ്ങൾ ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡും അവ തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മുടെ ഭൂമിയെ ഒരു ജീവഗ്രഹമായി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത്. ഇനി നമുക്കറിയാം, അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശം, പൊടിപടലങ്ങൾ എന്നിവയെല്ലാം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം കൊണ്ടാണെന്നുള്ളത് അറിയാം. അതുപോലെ അന്തരീക്ഷത്തിലെ പ്രധാന വാതകങ്ങൾ അറിയാം. NOAC എന്ന് പറയുന്ന ഒരു കോഡിലൂടെ നമ്മൾ പഠിക്കുന്നതാണ്. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്. ഇവയുടെ പെർസെൻറ്റേജ് കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. നൈട്രജൻ എന്നുള്ളത് 78.08% ആണ്, അല്ലെങ്കിൽ 79% നമ്മൾ റൗണ്ട് ചെയ്ത് എഴുതും. ഇനി ഓക്സിജൻ ആണെങ്കിലോ 20.95 അല്ലെങ്കിൽ 21% എന്ന് എഴുതാറുണ്ട്. ആർഗൺ ആണെങ്കിൽ 0.93, കാർബൺ ഡൈ ഓക്സൈഡ് 0.037 എന്നുള്ള പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ഈ 4 ഗ്യാസസിൻ്റെയും പെർസെൻറ്റേജ് നമ്മൾ പഠിച്ചു വയ്ക്കുക. അതുപോലെ ഏറ്റവും കുറഞ്ഞ അളവിൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നതാണ് സെനോൺ എന്ന വാതകം. സെനോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പാണ് അന്തരീക്ഷം എന്നത്. അതുപോലെ അന്തരീക്ഷത്തിലെ വാതകങ്ങൾ, ജലാംശങ്ങൾ, പൊടിപടലം എന്നിവയെല്ലാം ഭൂമിയോട് ചേർന്ന് നിൽക്കുന്നതിന് കാരണം ഭൂഗുരുത്വാകർഷണമാണെന്നും പറഞ്ഞു. അപ്പോൾ ഈ ഭൗമ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന ഒരു പ്രത്യേക മേഖലയുണ്ടല്ലോ, അവയെ എന്ത് പറയും? ഹോമോസ്ഫിയർ എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 90 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന, അതായത് ഈ ഹോമോസ്ഫിയർ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തെയാണ് ഹെറ്ററോസ്ഫിയർ എന്ന് പറയുന്നത്. ഹെറ്ററോസ്ഫിയർ. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പായി അറിയപ്പെടുന്നതാണ് കാർമൻ രേഖ. അന്തരീക്ഷത്തിൻ്റെയും ബഹിരാകാശത്തിൻ്റെയും അതിർവരമ്പാണ് കാർമൻ രേഖ. ഇനി നമ്മളുടെ അന്തരീക്ഷത്തിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപത്തിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തരംതിരിക്കുന്നുണ്ട്. നമ്മളുടെ ടോപ്പിക്ക് അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തരീക്ഷ മണ്ഡലങ്ങളെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഉയരം കൂടുമ്പോഴുള്ള താപവ്യത്യാസത്തിൻ്റെ അല്ലെ താപവ്യത്യാസത്തിലെ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ട്രോപ്പോസ്ഫിയർ, സെക്കൻഡ് വൺ സ്ട്രാറ്റോസ്ഫിയർ, തേർഡ് വൺ മീസോസ്ഫിയർ ആൻഡ് ലാസ്റ്റ് വൺ തെർമോസ്ഫിയർ. അപ്പോൾ വിവിധ ഉയരങ്ങളിലെ താപത്തിനനുസരിച്ച് അന്തരീക്ഷത്തെ വിവിധ മണ്ഡലങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ആദ്യത്തേത് ട്രോപ്പോസ്ഫിയർ. നമുക്ക് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് ആദ്യം പഠിക്കാം. ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത്, ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ഏകദേശം 13 കിലോമീറ്റർ ഉയരം വരെയാണ് വ്യാപിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ആവറേജ് ആണ് ഈ 13 കിലോമീറ്റർ എന്ന് പറയുന്നത്. മധ്യരേഖാ പ്രദേശത്ത് വായു ചൂട് പിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കും. അപ്പം അങ്ങനെ ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രോപ്പോസ്ഫിയറിന് ഉയരം കൂടുതലുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ ആണ് ഭൂമധ്യരേഖാ പ്രദേശത്ത് ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരമെന്ന് പറയുന്നത്. അതുപോലെ ട്രോപ്പോസ്ഫിയർ 8 മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, 8 മുതൽ 18 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ട്രോപ്പോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ആവറേജ് കണക്കാണ് നമ്മൾ പറഞ്ഞത്. ഏകദേശം 13 കിലോമീറ്റർ ഉയരത്തിലാണ് ട്രോപ്പോസ്ഫിയർ എന്ന് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ ആവറേജ് ആണ്. ഓക്കെ, ഭൂമധ്യരേഖാ പ്രദേശത്തെ ട്രോപ്പോസ്ഫിയറിൻ്റെ ഉയരം 18 കിലോമീറ്റർ ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഇതാണ്. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ അങ്ങനെയുള്ള അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്ന മണ്ഡലമാണ് ട്രോപ്പോസ്ഫിയർ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ അന്തരീക്ഷ ഭാഗത്താണ് ആണല്ലോ. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു അന്തരീക്ഷ ഭാഗത്താണ്. അതുപോലെ ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്നതും ഈ ഒരു മണ്ഡലത്തിലാണ്. ഓക്കെ, ദൈനംദിന കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ മണ്ഡലം കൂടിയാണ് ട്രോപ്പോസ്ഫിയർ.
ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്നാണ് അറിയപ്പെടുന്നത്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹത്തെ ജെറ്റ് പ്രവാഹം എന്നാണ് അറിയപ്പെടുന്നത്. മറ്റൊരു PYQ ഈ ഭാഗത്ത് നിന്നുള്ളത് ഇതാണ്, നോക്കിക്കോളൂ. ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെങ്കിൽ നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നത്. എന്താണ്? ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരികയാണ്. ഇതിനെയാണ് ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. അപ്പോൾ എന്താണ് ഈ സംക്രമണ മേഖല? പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ, നമ്മളിപ്പോൾ 4 അന്തരീക്ഷ മണ്ഡലങ്ങൾ പറഞ്ഞു. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ. അപ്പോൾ ഈ 4 അന്തരീക്ഷ മണ്ഡലങ്ങൾ, ഇവയാണ് പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പ്രധാന അന്തരീക്ഷ മണ്ഡലങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അന്തരീക്ഷ ഭാഗങ്ങളെയാണ് സംക്രമണ മേഖലകൾ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ട്രോപ്പോസ്ഫിയറിനും സ്ട്രാറ്റോസ്ഫിയറിനും ഇടയിലുള്ള ഈ സംക്രമണ മേഖലയാണ് ട്രോപ്പോപാസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും കാര്യമാണ് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് നമുക്ക് പഠിച്ചിരിക്കേണ്ടത്. ഇനി അടുത്തത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. സ്ട്രാറ്റോസ്ഫിയർ നോക്കാം. ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ്? ട്രോപ്പോപാസ് എന്ന സംക്രമണ മേഖലയിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. ഓക്കെ, സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് ഈ മേഖലയെ സമതാപ മേഖല എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൻ്റെ താഴ്ന്ന വിതാനത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവയെ ഈ ഭാഗത്തെ സമതാപ മേഖല എന്ന് അറിയപ്പെടുന്നു. ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ്? ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറയുകയാണെന്ന് പഠിച്ചു അല്ലേ? അതായത് ട്രോപ്പോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറയുകയാണ്. സ്ട്രാറ്റോസ്ഫിയറിലെ കേസ് എങ്ങനെയാ? താഴ്ന്ന വിതാനങ്ങളിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് താപനിലയിൽ മാറ്റം അനുഭവപ്പെടുന്നില്ല, സമതാപ മേഖലയാണ്. എന്നാൽ സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഊഷ്മാവ് കൂടുന്നുണ്ട്. താഴ്ന്ന വിതാനത്തിൽ ഒരു മാറ്റവും ഇല്ല, പക്ഷെ മുകളിലേക്ക് പോകും തോറും സ്ട്രാറ്റോസ്ഫിയറിൽ ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കൂടുന്നുണ്ട്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ഒരു 50ഓളം തവണ PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതുപോലെ ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ്? ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം സ്ട്രാറ്റോസ്ഫിയർ ആണ്. എന്തുകൊണ്ടാണ് ഈ ജെറ്റ് വിമാനങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാവുന്നത്? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. എന്താണ്? തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയായിരിക്കും. അതുപോലെ വായു അറകളുടെ അസാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്ന മണ്ഡലമാണ് സ്ട്രാറ്റോസ്ഫിയർ. ഇനി ഈ സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല ഏത് പേരിലായിരിക്കും അറിയപ്പെടുന്നത്? സ്ട്രാറ്റോപാസ് എന്നാണ്. സ്ട്രാറ്റോസ്ഫിയറിന് തൊട്ട് മുകളിലാണ്. അപ്പോൾ സ്ട്രാറ്റോപാസ് എന്ന പേരിലാണ് ആ ഒരു സംക്രമണ മേഖല അറിയപ്പെടുന്നത്. ഇനിയിൽ ഈ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതാണ്? നാക്രിയസ് മേഘങ്ങളാണ്. നാക്രിയസ് മേഘങ്ങളാണ് സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്നത്. അടുത്ത നമുക്ക് മീസോസ്ഫിയറിനെ കുറിച്ച് നോക്കാം. ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. ഭൂമിയിൽ നിന്ന് 50 കിലോമീറ്റർ വരെയാണെങ്കിൽ അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ 50 മുതൽ 80 കിലോമീറ്റർ വരെ, ഭൂമിയിൽ നിന്ന് 50 മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ വ്യാപിച്ചിരിക്കുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിന്റെ പ്രത്യേകത എന്തെന്നാൽ ഉയരത്തിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപം കുറഞ്ഞു വരുന്ന
കാണപ്പെടുന്ന മണ്ഡലമാണ് മീസോസ്ഫിയർ. മീസോസ്ഫിയറിനെയും അയണോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന ഭാഗമാണ് മീസോപാസ് എന്നുള്ളത്, അല്ലെ, സംക്രമണ മേഖല. ഈ മീസോപാസ് എന്ന സംക്രമണ മേഖലയിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത് മീസോപാസിലാണ്. മീസോസ്ഫിയറിനും നമ്മുടെ തെർമോസ്ഫിയറിനും ഇടയിലുള്ള സംക്രമണ മേഖലയായിട്ടുള്ള മീസോപാസിലാണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. അത് എത്രയാണ്? -80°C മുതൽ -100°C വരെയാണ്. -80°C മുതൽ -100°C വരെ. ഇനി ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്: ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തിച്ചാരമാകുന്നു, അല്ലെങ്കിൽ ഉൽക്കകൾ കത്തിച്ചാരമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണെന്നുള്ള ചോദ്യം മീസോസ്ഫിയർ ആണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുമ്പോൾ ഘർഷണം മൂലം അത് കത്തിച്ചാരമാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഭൂമിയിലേക്ക് ഉൽക്കാപതനങ്ങളൊക്കെ വളരെ കുറവായിട്ടുള്ളത്. മീസോസ്ഫിയറിനെയും തെർമോസ്ഫിയറിനെയും തമ്മിൽ വേർതിരിക്കുന്ന പാളി ഏതാണ്? മീസോപാസ് ആണ്. അവിടെയാണ് ഏറ്റവും കുറഞ്ഞ താപനില അനുഭവപ്പെടുന്നത്. -80°C മുതൽ -100°C വരെയാണ്. ഉൽക്കകൾ മീസോസ്ഫിയറിൽ പ്രവേശിക്കുന്നതിലൂടെ ഘർഷണത്താൽ കത്തി ചാരമാകുന്നു. ഓക്കെ, ഇനി ഇവിടെയുള്ള മേഘങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലൂസെന്റ് മേഘങ്ങൾ കാണപ്പെടുന്നത് മീസോസ്ഫിയറിലാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ഏതായിരുന്നു? നാക്രിയസ് മേഘങ്ങളായിരുന്നു. നാക്രിയസ് മേഘങ്ങൾ സ്ട്രാറ്റോസ്ഫിയറിൽ, മീസോസ്ഫിയറിലാണെങ്കിൽ നോക്ടിലൂസെന്റ് മേഘങ്ങൾ. അടുത്തത് തെർമോസ്ഫിയർ ആണ്. അപ്പോൾ ഏകദേശം 80 മുതൽ 600 മീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നത്. നമ്മൾ പറഞ്ഞ മീസോസ്ഫിയർ ആണെങ്കിൽ 50 മുതൽ 80 വരെയാണെന്ന്. തെർമോസ്ഫിയർ ആണെങ്കിൽ 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത മീസോസ്ഫിയറിനെ പോലെ നേരെ തിരിച്ചാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില ഗണ്യമായി വർദ്ധിക്കുകയാണ് തെർമോസ്ഫിയറിൽ. പക്ഷെ മീസോസ്ഫിയറിൽ എങ്ങനെയായിരുന്നു? ഉയരം കൂടുന്നതനുസരിച്ച് താപം കുറഞ്ഞു വരികയായിരുന്നു. ഓക്കെ, തെർമോ എന്ന പേരുമായിട്ട് കണക്ട് ചെയ്യുക. ഉയരം കൂടും തോറും താപനില ഗണ്യമായി വർദ്ധിക്കുന്ന അന്തരീക്ഷ മണ്ഡലമാണ് തെർമോസ്ഫിയർ. ഇനി തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് എക്സോസ്ഫിയർ. തെർമോസ്ഫിയറിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് എക്സോസ്ഫിയർ. 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിൽ തെർമോസ്ഫിയർ വ്യാപിച്ചു കിടക്കുന്നു. അതിനു മുകളിലായി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലമാണ് എക്സോസ്ഫിയർ. ഈ ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറയുടെ ഉറവിടം എന്തെന്നൊരു ചോദ്യമുണ്ട്. അതേതാണ്? തെർമോസ്ഫിയർ ആണ്. ധ്രുവ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന അറോറയുടെ ഉറവിടമാണ് തെർമോസ്ഫിയർ. ഇനി ഈ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്നാണ് പറയുന്നത്. തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗം അയണോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നു. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് ഈ അയണോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ്. റേഡിയോ പരിപാടികളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാകുന്നത് അയണോസ്ഫിയറിലൂടെയാണ്. നമ്മൾ പറഞ്ഞു 80 മുതൽ 600 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് തെർമോസ്ഫിയർ എന്ന്. എന്നാൽ അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാ വയലറ്റ്, അതുപോലെ എക്സ്റേ, അങ്ങനെയുള്ള തീവ്ര സൂര്യരശ്മികളൊക്കെ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നുണ്ട്. ആ ഒരു പ്രക്രിയയാണ് അയോണീകരണം എന്ന് പറയുന്നത്. അതായത് അൾട്രാ വയലറ്റ് റേസ്, എക്സ്റേസ്, അങ്ങനെയുള്ള സൂര്യരശ്മികളൊക്കെ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്ന പ്രക്രിയ അയോണീകരണം. ഈ അയോണീകരണം നടക്കുന്നത് എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ എന്നാൽ എന്താണ്? തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ്. ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ കൃതി എഴുതിയത് SK മിത്രയാണ്. അതായത് അയണോസ്ഫിയറിനെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം രൂപീകരിക്കുകയാണ്. ഇങ്ങനെ അയണോസ്ഫിയറിനെ കുറിച്ച് സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരനാണ് SK മിത്ര എന്ന് പറയുന്നത്. അദ്ദേഹം ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതിയിലൂടെയാണ് ഈ ഒരു സിദ്ധാന്തം പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അന്തരീക്ഷത്തിൻ്റെ മേൽപ്പാളികളെക്കുറിച്ച് ആദ്യമായിട്ട് വന്നിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദ അപ്പർ അറ്റ്മോസ്ഫിയർ. അത് എഴുതിയത് ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള വ്യക്തിയാണ് SK മിത്ര. പുസ്തകത്തിൻ്റെ പേരെന്താണ്? ദ അപ്പർ അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അന്തരീക്ഷ മണ്ഡലം എന്ന ഭാഗത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്.
ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.